ഹായ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അറിയുക, നമ്മളൊരു ഗിവ് അവേ നടത്തിയിരുന്നേ ഡയമണ്ട് റിങ്ങിൻ്റെ. നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയായിരിക്കും. അപ്പോൾ ആ ഗിവ് അവേ നടത്തിയിട്ട് നമുക്ക് നെറുക്കറുണ്ട്, ആളെ സെലക്ട് ചെയ്യണ്ടേ. അപ്പോൾ ഉത്തരം പറഞ്ഞ ആൾ നോക്കുമ്പോൾ വളരെ കുറവാണ്. ഇനി ഉത്തരം പറഞ്ഞ ആൾക്കാരല്ലോ നോക്കുമ്പോഴത്തേക്ക് നമ്മളെ ചാനൽ ഫോളോ ചെയ്യാത്തവരാണ്. അതുകൊണ്ട് ഞാൻ പറയാ, അടുത്ത ഒരവസരം കൂടി നിങ്ങൾക്ക് തരുക. കാരണം നമ്മളെ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്തിട്ട് ഉത്തരം ഇടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളെ ഗിവ് അവേയിലെ ചോദ്യം എന്ന് വെച്ചാൽ ശ്രുതിൻ്റെ മേത്തിട്ട ആഭരണത്തിൻ്റെ തൂക്കത്ര എന്നുള്ളതാണ്. അതായിട്ട് ഒരു ബന്ധമില്ലാത്ത ഉത്തരം കുറേ ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ അതിനൊരു ക്ലൂ കൂടി തരാം. എന്താ ക്ലൂ എന്ന് പറയാം ശ്രുതിയ? അതായത് 15 പവൻ 20 പവൻ എന്നുള്ള 15 പവൻ 20 പവൻ എന്നുള്ള മറ്റ് ഉണ്ട്. സത്യത്തിൽ അത്രയില്ല കേട്ടോ. ഞാൻ ഒരു ക്ലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 15 പവൻ 20 പവൻ എന്നുള്ള മറ്റ് ഉണ്ട്. സത്യത്തിൽ അത്രയില്ല കേട്ടോ. ഞാൻ ഒരു ക്ലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 11 പവനിൽ താഴെ ഉള്ളൂ. നമ്മൾ കാണിച്ചത് ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് നമ്മൾ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഈ ഒരു ക്ലൂ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഉത്തരം പറയാനുള്ളത്. പിന്നെ ഫോളോ ചെയ്യാത്തവർ എന്തായാലും ഫോളോ ചെയ്തോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്കിത് നെറുക്കെടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പിന്നെ ശരി ഉത്തരം പറഞ്ഞവർ ഫോളോ ചെയ്യാത്തവരാണ്. അപ്പം ഒരവസരം കൂടിയാണ് നിങ്ങൾക്കിത്. അപ്പോൾ ഈ ഗിവ് അവേയിൽ നിങ്ങൾ കറക്റ്റായിട്ട് പങ്കെടുക്കുക. അപ്പോൾ ഗിവ് അവേയിലെ ചോദ്യം കാര്യങ്ങളുണ്ടല്ലോ, ഞാനിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണിച്ചുതരാം. അതാ കണ്ടോ. നിങ്ങൾ ഈ കമ്മൽ നെക്ലേസ് എല്ലാം കണ്ടിട്ടല്ലോ, ഇത് എനിക്ക് ഇഷ്ടമായിനെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കും, അപ്പം അതിനുള്ള ആൻസർ തന്നാൽ മതി. ഈ കമ്മലും നെക്ലേസും കൂടി എത്ര പവനാണെന്ന് കൃത്യമായിട്ട് പറയുന്നവർക്ക് ഒരു സമ്മാനമുണ്ട്. അപ്പോൾ സമ്മാനം എന്താണെന്നല്ലേ, ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം തരുന്ന ആൾക്കാരെന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് അയാൾക്ക് ഡയമണ്ട് റിംഗ് ആയിരിക്കും സമ്മാനം കിട്ടുന്നത്. അപ്പോൾ ഇതാ ശരിക്കും നോക്കി വെച്ചേ. എന്നിട്ട് അതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ കൃത്യമായി കമൻറ്റ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും ഭാഗ്യവാൻ.